വിദ്യാർത്ഥികളെ ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെ ഡിസോണർ എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ആസാദ് സോൾഡ് ഗുഡ്സ് ഫോർ ₹15,000 ടു ബാലൻ and immediately drew a bill upon him on January 1st, 2011 payable after 3 months. അതായത് ആസാദ് എന്ന് പറയുന്ന ആൾ 15,000 രൂപയ്ക്ക് ബാലൻ എന്ന് പറയുന്ന ആൾക്ക് സാധനങ്ങൾ വിറ്റു. ഉടനെ തന്നെ ആസാദ് എന്ത് ചെയ്തു? ഒരു ബില്ല് എഴുതി അദ്ദേഹത്തിൻ്റെ മുകളിൽ. എന്നാൽ ബില്ല് എഴുതിയ ഡേറ്റ് January 1, 2011 ആഫ്റ്റർ 3 months ആണ്. പേബിൾ ആഫ്റ്റർ 3 months ആണ്. 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ്. ഓൺ മെച്യൂരിറ്റി ദ ബിൽ വാസ് ഡിസോണേഡ്. ബില്ല് എന്ത് ചെയ്തു? മെച്യൂരിറ്റി ഡേറ്റിൻ്റെ ആ ദിവസം എത്തിയപ്പോൾ ബില്ല് ഡിസോണേഡായി. അദ്ദേഹം ആ ബില്ല് എമൗണ്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അദ്ദേഹത്തിന്. ആൻഡ് ₹50 വെർ പെയ്ഡ് ബൈ ദ ഹോൾഡർ ഓഫ് ദി ബിൽ ആസ് നോട്ടിംഗ് ചാർജ്. 50 രൂപ എന്ത് ചെയ്തു? നോട്ടിംഗ് ചാർജും കൊടുത്തിട്ടുണ്ട്. ഡിസോണറായി കഴിഞ്ഞാൽ മിക്കവാറും എന്ത് ചെയ്യേണ്ടി വരും? നോട്ടിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. 50 രൂപ നോട്ടിംഗ് ചാർജ് കൊടുത്തിട്ടുണ്ട്. ദ ജേണൽ എൻട്രീസ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ബുക്ക് ഓഫ് ആസാദ് ആൻഡ് ബോണ്ട്. അല്ലെങ്കിൽ റെക്കോർഡ് ദ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ആസാദ് ആൻഡ് ബാലൻ അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ജേണൽ എൻട്രീസ്? ഇതാണ് ക്വസ്റ്റ്യൻ. പക്ഷേ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ആൻസർ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, വെൻ ദ ബിൽ വാസ് കെപ്റ്റ് ബൈ ആസാദ് ടിൽ മെച്യൂരിറ്റി. ബില്ല് എന്ത് ചെയ്യാണ്? ആസാദ് ബിസിനസ് തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ജേണൽ എൻട്രി? ഓക്കെ, അതായത് ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ജേണൽ എൻട്രി എന്നുള്ളതാണ് എ. ബി, വെൻ ദ ബിൽ വാസ് ഡിസ്കൗണ്ടഡ് ബൈ ആസാദ് വിത്ത് ഹിസ് ബാങ്ക് ഇമ്മീഡിയറ്റ്ലി അറ്റ് 12% പെർ ആനം. ആ എഴുതിയ ഡേറ്റിൽ തന്നെ ആസാദ് എന്ത് ചെയ്തു? 12% ഡിസ്കൗണ്ടിലാണ് എന്ത് ചെയ്ത്? ബില്ല് ചെയ്തത്. ഡിസ്കൗണ്ടാണ് ചെയ്തത് എങ്കിൽ എന്തായിരിക്കും? ഡിസോണഡ് ആയിക്കഴിഞ്ഞാൽ ജേണൽ എൻട്രി. ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്താൽ എന്തായിരിക്കും? അതേപോലെ വെൻ ദ ബിൽ വാസ് എൻഡേഴ്സ്ഡ്. ബില്ല് എൻഡേഴ്സ് ചെയ്തു ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ ചിത്ര എന്ന് പറയുന്ന ആൾക്ക് ബില്ല് എന്ത് ചെയ്തു? എൻഡേഴ്സ് ചെയ്തു. ചിത്ര എന്ന് പറയുന്ന ആൾ ക്രെഡിറ്റർ ആയിരുന്നു ആസാദിൻ്റെ. അപ്പോൾ ആസാദ് എന്ത് ചെയ്തു? ആ ബില്ല് ചിത്രയ്ക്ക് കൈമാറി. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി? എല്ലാവരുടെ ബുക്കിലും എന്തായിരിക്കും ജേണൽ എൻട്രി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഇൻ ദ ബുക്ക് ഓഫ് ആസാദ്. ഇൻ ദ ബുക്ക് ഓഫ് ആസാദ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, ജേണൽ എൻട്രീസ് ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. 1/1/2011 എന്ത് ചെയ്തിട്ടുള്ളത്? സാധനങ്ങൾ വിറ്റിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രി ജസ്റ്റ് ഒന്ന് ജേണൽ എൻട്രി എഴുതി വെക്കാം. ആസാദിൻ്റെ ബുക്കിലാകുമ്പോൾ ബാലൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് 15,000. രണ്ടാമത്തെ നരേഷൻ എന്താ കൊടുക്കുക? സോൾഡ് ഗുഡ്സ് ടു ബാലൻ. രണ്ടാമത്തെ എൻട്രി അതേ ദിവസം തന്നെ എന്ത് ചെയ്യാണ്? നമ്മൾ ഒന്നാമത്തിൻ്റെ എ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതുന്നത് കേട്ടോ. എ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുതുന്നത്. രണ്ടാമത്തെ എൻട്രി എന്തായിരിക്കും? ബില്ല് എഴുതുമ്പോൾ ബില്ല് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 15,000 ടു ബാലൻ അക്കൗണ്ട് 15,000. നമ്മൾ നരേഷൻ എന്താ കൊടുക്കുക? നരേഷൻ കൊടുക്കുക റിസീവ്ഡ് ബാലൻസ് ആക്സെപ്റ്റൻസ്. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ നരേഷൻ എഴുതാം. പിന്നീട് ബിസിനസ് എന്താണ് ഇയാൾ ചെയ്യുന്നത്? കീപ്പ് ഇൻ ദ ബിസിനസ്സാണ്. ഒന്നാമത്തെ ചോദ്യമല്ലേ, കീപ്പ് ചെയ്യല്ലേ? ബിസിനസ് തന്നെ റീറ്റെയിൻ ചെയ്യാണ്. ബിസിനസ് തന്നെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് തന്നെ റീറ്റെയിൻ ചെയ്യുമ്പോൾ
മെച്യൂരിറ്റി ഡേറ്റ് വരുമ്പോൾ ബില്ല് ഡിസോണേഡ് ആവുകയാണ്. അപ്പോൾ എന്നാണ് മെച്യൂരിറ്റി ഡേറ്റ്? 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ലേ? ഏപ്രിൽ 1-നാണ് എന്ത് വരിക? ഡേറ്റ് വരിക. അതിലേക്കൊരു 3 ദിവസം കൂട്ടണം. അപ്പോൾ ഏപ്രിൽ 4 ആണ് വരിക. എന്തായിരിക്കും എൻട്രി? ബില്ല് ഡിസോണേഡ് ആകുമ്പോൾ ബാലൻ അക്കൗണ്ട് ഡെപ്റ്റർ, ബാലൻ തന്നെ ഡെബിറ്റ് ആവും. ടു എന്ത് പോവും? ബില്ല് റിസീവബിൾ അക്കൗണ്ട് 15,000. സോറി, ഇവിടെ ഒരു നോട്ടിംഗ് ചാർജും കൂടി വരുന്നുണ്ട് അല്ലേ? ഒരു നോട്ടിംഗ് ചാർജും കൂടി വരുന്നുണ്ട്. അപ്പോൾ 15,000 മാത്രം അല്ല ബാലൻ തരാനുണ്ടാവുക. ഒരു 50 രൂപ കൂടി എന്തുണ്ടാവും? ബാലൻ തരാനുണ്ടാവും അല്ലേ? കാരണം അയാളെ ഫോൾട്ട് കൊണ്ടാണ് ഈ ഒരു 50 രൂപ വന്നത്. അതുകൊണ്ട് ആ ബാലൻ എന്ത് ചെയ്യും? വീണ്ടും ഒരു 50 രൂപ കൂടെ തരാനുണ്ടാകും. അപ്പോൾ 15,050 രൂപ ആയിരിക്കും അയാൾ തരാനുണ്ടാവുക. ടു ബില്ല് റിസീവിൻ്റെ വില എത്ര തന്നെയാണ്? 15 തന്നെയാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിപ്പോൾ ആസാദാണ് അല്ലേ? നമ്മളിപ്പോൾ ആസാദിൻ്റെ അക്കൗണ്ടൻ്റാണ്. അപ്പോൾ എന്തുണ്ടാവും? നമ്മളൊരു 50 രൂപ നോട്ടിംഗ് ചാർജ് കൊടുത്തിട്ടുണ്ട്. നമ്മളാണ് കൊടുത്തത്. പക്ഷേ ആ ക്യാഷ് ആര് തരും? ബാലൻ തരും. 50. ഇങ്ങനെയാണ് എൻട്രീസ് വരിക. അപ്പോൾ നരേഷൻ എന്ത് കൊടുക്കും എന്നുള്ളതാണ്. നരേഷൻ ബിൽ ഈസ് ഡിസോണേഡ് ആൻഡ് പെയ്ഡ് നോട്ടിംഗ് ചാർജ് ബില്ല് ഡിസോണേഡ് ആൻഡ് പെയ്ഡ് നോട്ടിംഗ് ചാർജ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ ദ ബുക്ക് ഓഫ് ബാലനാണ്. ഈ ഭാഗത്ത് ബാലൻ്റെ ബുക്ക് ജേണൽ എൻട്രീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ബുക്ക് ഓഫ് ബാലൻ 1/1/2011 എന്തായിരിക്കും? പർച്ചേസ്, ഇയാൾക്ക് വാങ്ങലാണല്ലോ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 15,000 ടു ആസാദ് അക്കൗണ്ട് 15,000. ഇയാൾ നരേഷൻ കൊടുക്കുക പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ആസാദ് എന്നായിരിക്കും. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്തായിരിക്കും? 1/1/2011 ബില്ല് എഴുതുന്നു. അപ്പോൾ ആസാദ് അക്കൗണ്ട് ഡെപ്റ്റർ 15,000 ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് 15,000. അപ്പോൾ അതിനുള്ള ആക്സെപ്റ്റഡ് ദ ബില്ല് എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു. അതിനുള്ള ജേണൽട്രീസ് ആണ്. 1/1/2011 ബില്ല് ഡിസോണേഡ് ആവുകയാണ്. ബില്ല് ഡിസോണേഡ് ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എൻട്രി? എന്തായിരിക്കും? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 15,000. ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെപ്റ്റർ 15,000 ടു, അതിന് മുമ്പ് വേറൊരു നോട്ടിംഗ് ചാർജും കൂടെ വരാനുണ്ട്. നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് ഡെപ്റ്റർ. ഇയാൾക്ക് ഒരു 50 രൂപ കൊടുക്കാനുണ്ടല്ലോ. ടു ആർക്കാ കൊടുക്കാനുള്ളത്? ആസാദ്. 15 മാത്രമല്ല ആസാദിന് കൊടുക്കാനുള്ളത്, ഒരു 50 രൂപ എക്സ്ട്രാ കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ 15,050. നരേഷൻ കൊടുക്കുക ബിൽ ഈസ് ഡിസോണേഡ് എന്നുള്ള രൂപത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നരേഷൻ കൊടുക്കുന്നത്. ആൻഡ് നോട്ടിംഗ് ചാർജ് ₹50 എന്ന് വേണമെങ്കിൽ നരേഷൻ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ബാലൻ്റെ ബുക്കിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസിൻ്റെ ആൻസറാണ് പറഞ്ഞത്. ഒന്നാമത്തെ കേസ് എന്താണ്? ബിസിനസ് തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും ജേണൽ എൻട്രി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ രണ്ടാളെ ബുക്കിലും ഈ എൻട്രീസ് ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്താണ്? ബില്ല് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്യാണ്, 12% ഡിസ്കൗണ്ട് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളത്.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു ബാങ്കിൽ കൊണ്ടിട്ട് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ബി ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ബി. അപ്പോൾ എല്ലാവരും നോട്ടിൽ എഴുതട്ടോ, ബി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് എഴുതുക. എന്താ ഹെഡിങ്? ബിൽ ഈസ് ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതിയാലും മതി. ഓക്കെ, വെൻ ദ ബിൽ വാസ് ഡിസ്കൗണ്ടഡ് ബൈ ആസാദ് വിത്ത് ഹിസ് ബാങ്ക് ഇമ്മീഡിയറ്റ്ലി അറ്റ് 12% പെർ ആനം. അതായത് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് തന്നെ സൂക്ഷിക്കാതെ ആ ബില്ല് ഉടനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ കൊണ്ടിട്ട് 12% ഡിസ്കൗണ്ടിൽ ക്യാഷ് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചാനൽ എൻട്രി എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ ദ ബുക്ക് ഓഫ് ആസാദ്, ആസാദിൻ്റെ ബുക്കിലാണ് നമ്മൾ ആദ്യം പറയുന്നത്. ആസാദിൻ്റെ ബുക്കിൽ ബാലൻസ് അക്കൗണ്ട് അപ്റ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ഞാനിവിടെ മാറ്റി എഴുതുന്നില്ല, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി എഴുതേണ്ടി വരും. ഓക്കെ, പിന്നെ ബില്ല് റിസീവബിൾ അക്കൗണ്ട് അപ്റ്റ് ടു ബാലൻസ് അക്കൗണ്ട്, ഇതിനും മാറ്റമില്ല. പക്ഷേ മൂന്നാമത്തെ എൻട്രിയിൽ എന്തുണ്ട്, മാറ്റം വരുന്നുണ്ട്. മൂന്നാമത്തെ എൻട്രി എന്താ നോക്കാം. മൂന്നാമത്തെ എൻട്രി ഡേറ്റ് സെയിം ഡേറ്റിൽ തന്നെ അയാൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യണം. 1/1/2011 ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും എൻട്രി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. വീണ്ടും ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ നിങ്ങൾ പഠിച്ചതാണ്. ടു ബില്ല് റിസീവബിൾ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രീസ് വരിക. അപ്പോൾ എത്ര ഡിസ്കൗണ്ട് ഉണ്ട്? 12% ഡിസ്കൗണ്ട് ഉള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാൽക്കുലേഷൻ കാണിക്കുന്നുണ്ട്, ഡിസ്കൗണ്ട് കണ്ടെത്താനുള്ള കാൽക്കുലേഷൻ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യനുകളൊക്കെ നമ്മളെന്താ എങ്ങനെ പറഞ്ഞു, ഡിസ്കൗണ്ട് നേരിട്ട് അവർ ക്വസ്റ്റ്യൻ തരികയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഡിസ്കൗണ്ടിൻ്റെ പേഴ്സൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആകെ എമൗണ്ട് എത്രയാണുള്ളത്, 15,000 രൂപയാണ്. ഇതിൻ്റെ എത്ര ശതമാനം ഡിസ്കൗണ്ട്, 12%. പക്ഷേ ഒരു വർഷത്തേക്കാണ് 12. അപ്പം എത്ര മാസത്തേക്കാണ്, 3 മാസത്തേക്കാണ് ബില്ല് എഴുതുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർ ബാങ്കിൽ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് തന്നെ, സെയിം ഡേറ്റ് തന്നെ, എന്നാണോ ബില്ല് എഴുതിയത് ആ സെയിം ഡേറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാങ്കിന് ക്യാഷ് കിട്ടാൻ എത്ര മാസം എടുക്കും, 3 മാസം. 3 മാസത്തേക്കല്ല എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇൻറ്റു 3/12. 12 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 മാസം ബൈ 12 മാസത്തിൽ. 3 മാസം ടോട്ടൽ 12 മാസമാണ് ഒരു വർഷം. അപ്പോൾ 3 മാസമാണ്, 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് നിങ്ങൾ കാണേണ്ടത്. ഇനി സപ്പോസ് ബില്ല് പിന്നെ എഴുതുന്നത് എന്താണ്, ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണെങ്കിലോ അപ്പോൾ ഇവിടെ 2 ആകും. അതായത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത ഡേറ്റ് മുതൽ മെച്യൂരിറ്റി ഡേറ്റ് വരേക്കുള്ള മന്താണ് നിങ്ങളിവിടെ പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര വരും എന്ന് നോക്കാം. 450 വരും. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ടാവും ഇവിടെ എമൗണ്ട്, 14,550. ഡിസ്കൗണ്ട് എത്ര, 450. ടു ബില്ല് റിസീവബിൾ 15,000. നമ്മൾ ബില്ല് ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക് എന്ന് എഴുതും. ബില്ല് ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക് എന്നായിരിക്കും എന്ത് ചെയ്യുക, നരേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ബില്ല് ഡിസ്കൗണ്ടായി. പിന്നെ മെച്യൂരിറ്റി ഡേറ്റ് വന്നപ്പോൾ എന്ത് ചെയ്തു, ബില്ല് ഡിസോണേഡായി. അപ്പോൾ ആ എൻട്രിയാണ് നമുക്ക് വേണ്ടത് അല്ലേ. 3 എൻട്രി വേണം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതെല്ലാം വേണം. അവസാനത്തെ എൻട്രിയാണ് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. അപ്പോൾ ഡിസോണേഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻട്രി എന്ന് നോക്കാം. അപ്പോൾ ആ എൻട്രി ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, അവിടെ ബോർഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ എൻട്രി എന്തായിരിക്കും, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബാലന് ഡിസോണേഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ബാലൻ അക്കൗണ്ട് ഡെപ്റ്റർ അയാൾ തരാനുണ്ടാവുക 15,050 നോട്ടിംഗ് ചാർജ് വന്നിട്ടുണ്ട്. 15,050 ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് വരിക. ബാങ്ക് അക്കൗണ്ട് 15,000 ടു ക്യാഷ്. ഇതെന്താ, എന്ത് ക്യാഷാണ്, നമ്മൾ നോട്ടിംഗ് ചാർജ് കൊടുത്ത ക്യാഷ് 50. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, നരേഷൻ കൊടുക്കണം. ബിൽ വാസ് ഡിസ്ഹോണേഡ് ആൻഡ് പെയ്ഡ് നോട്ടിംഗ് ചാർജ് ₹50. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്ത് ഇവിടെ 15,000 ഇവിടെ 50 കോളത്തിൽ തന്നെ ഇത് ഉൾക്കൊള്ളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സംശയം ഇൻ ദ ബുക്ക് ഓഫ് ബാലൻ. ഇൻ ദ ബുക്ക് ഓഫ് ബാലൻ എന്തായിരിക്കും,
ഇയാൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാലൻ്റെ ബുക്കിൽ എന്തായിരിക്കും? ബാലൻ്റെ ബുക്കിൽ ഏതൊരു കേസിലാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെയിം എൻട്രീസ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം എൻട്രീസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ടു ആസാദ്, ആസാദ് അക്കൗണ്ട് ടു പേബിൾ, ബില്ല് പേബിൾ ഡിസ്കൗണ്ട് ആകുമ്പോൾ ബില്ല് പേബിൾ അക്കൗണ്ട് ഡെബിറ്റ്, നോട്ടിംഗ് ചാർജ് ഉണ്ടെങ്കിൽ നോട്ടിംഗ് ചാർജ് അക്കൗണ്ട് ഡെബിറ്റ് ടു ആസാദ്. ഇത്രയാണ് പിന്നെ ബാലൻ്റെ ബുക്കിൽ വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കേസും കൂടി ഇവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി മൂന്നാമത്തെ കേസ് ബില്ല് എൻഡേഴ്സ് ചെയ്യുന്ന കേസാണ് അല്ലേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ബില്ല് വാസ് വെൻ ദ ബിൽ വാസ് എൻഡേഴ്സ്ഡ് ബൈ ആസാദ് ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റ് ചിത്ര. ചിത്രക്കാണ് കൈമാറുന്നത്. ചിത്രക്കാണ് എന്ത് ചെയ്യുന്നത്? ബില്ല് എൻഡേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും എൻട്രി? ഫസ്റ്റ് എൻട്രി സെയിം എൻട്രി, ബാലൻ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. നരേഷൻ കൊടുത്തു, ബില്ല് റിസീവ്. നിങ്ങൾക്ക് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ്റെയും എ ബി സി ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ എൻട്രി ബില്ല് റിസീവബിൾ അക്കൗണ്ട് അപ് ടു ബാലൻ അക്കൗണ്ട്. അടുത്ത ദിവസം എന്താ സംഭവിക്കുന്നത്? ബില്ല് നേരെ അതേ സെയിം ഡേറ്റിൽ തന്നെ ബില്ല് എന്ത് ചെയ്യുന്നു? ഡേറ്റ് ഒന്നും പറയാത്തതുകൊണ്ട് സെയിം ഡേറ്റ് തന്നെ നമുക്ക് പരിഗണിക്കാം. ബില്ല് നേരെ ചിത്രക്ക് കൈമാറുന്നു. അപ്പോൾ ചിത്ര അക്കൗണ്ട് ഡെപ്റ്റർ ടു ബില്ല് റിസീവബിൾ 15,000. നരേഷൻ കൊടുക്കും, ബില്ല് എൻഡോയ്സ്ഡ് ടു ചിത്ര, ബില്ല് എൻഡോയ്സ്ഡ് ടു ചിത്ര. അടുത്ത ദിവസം ശ്രദ്ധിക്കുക, ഡിസോണേഡ് ആവുമ്പോൾ, ഡിസോണേഡ് ആവുന്ന ഡേറ്റ് എന്നാ? അപ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കണം. ഡിസോണേഡ് ആവുന്ന ഡേറ്റ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് ആണ്. എന്നാണത്? 4 ഏപ്രിൽ 4. ഏപ്രിൽ 4 ഡേറ്റ് വരിക. അപ്പോൾ ഡേറ്റ് പ്രത്യേകം കോളത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ കോളം വരയ്ക്കുന്നില്ല, നിങ്ങൾ കോളം വരക്കണം. അവസാന എൻട്രി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും എൻട്രി? എൻട്രി ബാലൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ബാലൻ അക്കൗണ്ട് ഡെപ്റ്റർ 15,050 ബാലൻ തരാനുണ്ടാവുക. കാരണം നോട്ടിംഗ് ചാർജും കൂടെ അയാൾ തരാനുണ്ടാവും. ടു ചിത്ര, ചിത്രക്ക് നമ്മൾ ക്യാഷ് വീണ്ടും കൊടുക്കാനുണ്ടാവും. ചിത്രക്ക് എത്ര കൊടുക്കാനുണ്ടാവും? 15,000. 15,000 രൂപ കൊടുക്കുന്നതിന് പകരം നമ്മൾ ബില്ല് കൊടുത്തതായിരുന്നു. പക്ഷേ ആ ബില്ല് ഡിസോണേഡ് ആയി. അപ്പോൾ നമ്മൾ ചിത്രനെയാണ് എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ടു ക്യാഷ് 50 നോട്ടിംഗ് ചാർജാണ്. നമ്മൾ നരേഷൻ കൊടുക്കും, ബിൽ ഈസ് ഡിസോണേഡ് ആൻഡ് പെയ്ഡ് നോട്ടിംഗ് ചാർജ് ₹50. നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇവിടെയും എഴുതുന്നു. അപ്പോൾ ഇൻ ദ ബുക്ക് ഓഫ് ബാലൻ എന്തായിരിക്കും? ബാലൻ്റെ ബുക്കിൽ സെയിം എൻട്രി തന്നെ, മാറ്റമൊന്നുമില്ല, സെയിം എൻട്രി. ഓക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ബില്ല് നമുക്ക് എന്ത് ചെയ്യാം? ബില്ല് ഒന്നില്ലെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം, ബിസിനസ് തന്നെ കീപ്പ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഡിസോണർ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ജനറൽ എൻട്രി? അതേപോലെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ ഡിസോണേഡ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും എൻട്രി? ഇനി ബില്ല് എന്ത് ചെയ്യാം? ഒരാൾക്ക് എൻഡേഴ്സ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ജനറൽ എൻട്രീസ്? ഇങ്ങനെ 3 രീതിയിലും നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തു? ജനറൽ എൻട്രീസ് എഴുതാൻ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോണർ വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും, ഇതുവരെയുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിലുള്ള മുഴുവൻ ഭാഗങ്ങളും നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ. നമുക്ക് അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു ടോപ്പിക്കാണ് റിട്ടയറിംഗ് ദ ബില്ല്. റിട്ടയറിംഗ് ദ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടയറിംഗ് ദ ബില്ല് എന്ന് പറഞ്ഞാൽ ഡ്രോയി മേക്സ് ദ പേയ്മെൻറ്റ് ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ്. ഡ്രോയിക്ക് തോന്നുകയാണ് ഇത്രയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ ബില്ല് കൊടുക്കാമെന്ന് തോന്നുകയാണ്, ബില്ല് എമൗണ്ട് കൊടുക്കാമെന്ന് തോന്നുകയാണ്. ക്യാഷ് കൊടുക്കാനുള്ള ആളാരാണ്? ഡ്രോയിയാണ്. അപ്പോൾ ഡ്രോയി എന്ത് ചെയ്യാണ്? മെച്യൂരിറ്റി ഡേറ്റ് ഒന്നും വെയിറ്റ് ചെയ്യാതെ അയാൾ എന്ത് ചെയ്തു? എമൗണ്ട് നേരത്തെ തന്നെ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ ദാറ്റ് സർക്കംസ്റ്റൻസസ് ഈസ് കോൾഡ് റിട്ടയറിംഗ് ദ ബിൽ. അത്തരം സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിട്ടയറിംഗ് ദ ബില്ല് എന്ന് വിളിക്കുന്നത്. അതായത് ഡ്രോയി അയാൾ നൽകാനുള്ള എമൗണ്ട് മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് തന്നെ നൽകുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടയറിംഗ് ദ ബിൽ. ഓക്കെ. ഇങ്ങനെ നേരത്തെ കൊടുക്കുന്നത് ഒരു പക്ഷേ രണ്ടാളും കൂടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ആയിരിക്കാം, പരസ്പര ധാരണയിലൂടെ ആയിരിക്കാം. ഓക്കെ. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഡ്രോയിക്ക് എന്താണ് മെച്ചം? അതായത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 15,000 രൂപയായിരുന്നു ഡ്രോയി കൊടുക്കാനുണ്ടായിരുന്നത്. അവിടെ ഡ്രോയി ആരാണ്? അവിടെ ബാലനാണ്. ആര്? ഡ്രോയി. അവിടെ അയാൾ എന്ത് ചെയ്യണം? നേരത്തെ മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് തന്നെ എമൗണ്ട് കൊടുക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചം വേണ്ടേ? അപ്പോൾ അയാൾക്കൊരു ചെറിയ ഡിഡക്ഷൻ അനുവദിച്ച് കൊടുക്കുകയാണ്. ആര്? ഡ്രോയർ. ആ ഡിഡക്ഷൻ വിളിക്കുന്ന പേര് പ്രത്യേകം ശ്രദ്ധിക്കുക. റിബേറ്റ്.
റീബേറ്റ് എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. അതായത് റീബേറ്റ് ഈസ് ദ ഡിഡക്ഷൻ എമൗണ്ട് അലൗവ്ഡ് ബൈ ദ ഡ്രോയർ ടു ദ ഡ്രോയി ഫോർ റിട്ടയറിംഗ് ദ ബിൽ. റിട്ടയറിംഗ് ദ ബില്ലിന് വേണ്ടിയിട്ട് ഡ്രോയിക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിഡക്ഷൻ എമൗണ്ട് ആണെന്ത് റിബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സപ്പോസ് പിന്നെ ആസാദ് പറയണം, ആസാദാണ് ഡ്രോയർ, ആസാദ് പറയാണ് നിങ്ങൾ 15,000 രൂപ തരേണ്ട, നിങ്ങൾ നേരത്തെ ബില്ല് എമൗണ്ട് അടക്കല്ലേ, അതുകൊണ്ട് നിങ്ങളൊരു 14,500 തന്നാൽ മതി എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഡിഡക്ഷൻ എമൗണ്ട് 500 ആണ്. 500 രൂപയാണ് അവിടെ ഡിഡക്ഷൻ കിട്ടിയത്. ആ 500 രൂപയെ വിളിക്കുന്ന പേരാണെന്ത് റിബേറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് എന്തായിരിക്കും നോക്കാം. റിബേറ്റിന് വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രീസ് റിട്ടയറിംഗ് ദ ബില്ലിൻ്റെ സമയത്ത് സാധാരണ കിടക്കുന്ന ജേണൽ എൻട്രീസ് ആണ് ഞാൻ ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇൻ ദ ബുക്ക് ഓഫ് ഡ്രോയറുടെ ബുക്കിൽ എന്തായിരിക്കും, ഡ്രോയർക്ക് അതൊരു നഷ്ടമാണ്. ഇപ്പോൾ 15,000 രൂപ കിട്ടുന്നിടത്ത് 14,500 കിട്ടുന്നുള്ളൂ. നോക്കൂ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 14,500 കിട്ടുന്നുള്ളൂ, 15 കിട്ടേണ്ടടുത്ത്. റിബേറ്റ് അക്കൗണ്ട് ഡെബിറ്റ്, അയാൾക്ക് എത്ര റിബേറ്റ് അയാൾ അനുവദിച്ചു കൊടുത്തു, 500. ടു ബില്ല് റിസീവബിൾ, ബില്ലിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു, 15. നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ എടുത്തതാണ്. 15,000 രൂപയുടെ ബില്ലായിരുന്നു, റിബേറ്റ് അനുവദിച്ചു കൊടുത്ത 500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് എൻട്രീസ് വരിക. ഇനി ഇൻ ദ ബുക്ക് ഓഫ് ഡ്രോയുടെ ബുക്കിൽ എന്താണ്, അയാൾക്ക് ശരിക്കും ലാഭമാണ്, 500 രൂപ ലാഭമാണ്. ബിൽസ് പേയബിൾ, ബില്ലിൻ്റെ എമൗണ്ട് എത്ര തന്നെയാണ്, 15 ആണ്. ടു ക്യാഷ്, ഇയാൾ ക്യാഷ് കൊടുക്കുന്ന എത്രയാണ്, 14,500 ആണ്. ടു റിബേറ്റ് അക്കൗണ്ട്, ഇയാൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന എത്ര, 500 ആണ്. റിട്ടയറിംഗ് ദ ബില്ല് ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കും. റിട്ടയറിംഗ് ദ ബില്ല് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മെച്യൂരിറ്റി ഡേറ്റിന് മുമ്പ് തന്നെ ഡ്രോയി അയാളുടെ പേയ്മെൻറ്റ് മുഴുവനും അടച്ചു തീർക്കുന്നതിനെയാണ് റിട്ടയറിംഗ് ദ ബില്ല് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ അടച്ച് അയാൾ ഇത്രയും എമൗണ്ട് അടച്ചാലുള്ള ഇയാൾക്കുള്ള മെച്ചം, ഇയാൾക്കൊരു ഡിഡക്ഷൻ എമൗണ്ട് ലഭിക്കുന്നു. മനസ്സിലായോ? ഈ ഡിഡക്ഷൻ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് റിബേറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് പ്രോമിസറി നോട്ട് എന്താണെന്നും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, താങ്ക് യു.